കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ വചനദീപ്തിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ബൈബിൾ സ്റ്റഡി ഏറ്റവും അനുഗ്രഹമായി നടക്കുന്നുവെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കൃപയാൽ നമുക്ക് കൊലോസ്യ ലേഖനത്തിന്റെ അതിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് നമുക്ക് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റേതായ 1-2 വാക്യങ്ങളിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ശരണപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ എന്റെ പശ്ചാത്തലങ്ങളൊക്കെ ഞാൻ പറയുവാൻ തക്കവണ്ണം ഇടയായി. ഇനി അതിനെക്കുറിച്ച് അധികം വിവരിക്കുന്നില്ല. നമുക്ക് കാരാഗ്രഹ ലേഖനമാണെന്ന് പറഞ്ഞല്ലോ. 4 ലേഖനങ്ങളിൽ ഒന്നത്രേ കൊലോസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, എഫേസ്യ ലേഖനം, ഫിലേമോൻ എഴുതിയ ലേഖനം. ഈ 4 ലേഖനങ്ങളിൽ ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. ആദ്യം എഴുതപ്പെട്ട ലേഖനമാണ് കൊലോസ്യ ലേഖനം എന്നാണ് പഠിതാക്കളുടെ അഭിപ്രായം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. പ്രിയ സ്നേഹിതരെ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് തിരുവചനം ധ്യാനിക്കുവാനായിട്ട് ഒരുങ്ങാം. 1-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസിയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇവിടെ വേർഡ് ബൈ വേർഡായിട്ട് നമുക്ക് എടുത്ത് പഠിക്കണം. ഒത്തിരി കാര്യങ്ങള് ഇതിന്റെ അകത്ത് നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. ആദിയിൽ ദൈവം എന്ന പദത്തോടു കൂടിയാണ് ബൈബിൾ വാക്യങ്ങൾ ആരംഭിക്കുന്നത്. ദൈവ ഇഷ്ടം എന്ന പദത്തോടുകൂടി ഈ ലേഖനം ആരംഭിക്കുന്നു. യേശു ലോകത്തിലേക്ക് വന്നത് ദൈവ ഇഷ്ടപ്രകാരം ആയിരുന്നു. നമുക്കറിയാം, ഈ ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാ: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആദിയിൽ ദൈവമുണ്ടായിരുന്നു. താൻ ആരാലും സൃഷ്ടിക്കപ്പെട്ടവനല്ല, താൻ സ്വയം ഭൂജാതനാണ്. ആദിയിൽ ദൈവം എന്ന പദത്തോടുകൂടി വേദപുസ്തക വരികൾ ആരംഭിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ വിശ്വാസികളോട് പറയുകയാണ്, അവർക്ക് വേണ്ടി ഈ ലേഖനം എഴുതുമ്പോൾ പറയുന്നത് ദൈവ ഇഷ്ടം എന്ന പദത്താലാണ് അപ്പോസ്തലൻ ഈ ലേഖനം പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് എഴുതുന്നത്. അതാണ് ദൈവ ഇഷ്ടത്താൽ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കേണ്ടതിനത്രേ സ്വർഗം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്. ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു, താൻ സ്വയം ഭൂജാതനായിരുന്നു, താൻ സ്വയം അനാദിയായ ദൈവമാ, ശാശ്വതമായ ദൈവമാ, താൻ ആൽഫയാണ്, ഒമേഗയാണ്, ആദ്യനാണ്, അന്ത്യനാണ്. തന്നെ കുറിച്ച് നമുക്ക് വിവരിപ്പാൻ വാക്കുകളില്ല, അതിന് ഉള്ള യോഗ്യതയും നമുക്കില്ല. എന്നാൽ തന്റെ സൃഷ്ടികളായിരിക്കുന്ന നമ്മെ താൻ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ടാണ്. ദൈവ ഇഷ്ടത്താൽ അവനോട് ചേർന്ന് നടക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് ഈ ലേഖനം ഈ ദൈവ ഇഷ്ടം എന്ന പദത്തോടുകൂടി ആരംഭിക്കുന്നത്. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. നമുക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വേദഭാഗം ഒന്ന് വായിക്കാം. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 40-ാം അധ്യായം 8-ാം വാക്യത്തിൽ: എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു. അപ്പോ ഇവിടെ ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസും ദൈവ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിച്ചു. പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് നൽകിയതും താൻ തന്റെ ഇഷ്ടപ്രകാരമായിരുന്നു. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതും ആമേൻ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായിരുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പലതും ദൈവ ഇഷ്ടത്താൽ ചെയ്തെടുക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം പലപ്പോഴും നാം മറന്നുപോകുന്ന സാഹചര്യങ്ങളുണ്ട്. ദൈവപുത്രനെ മറന്നുപോയിക്കൊണ്ട് ദൈവപുത്രന് വിരോധമായി പ്രവർത്തിക്കുന്ന ചില പ്രവർത്തികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇവിടെ പുത്രൻ ദൈവ ഇഷ്ടം പൂർണ്ണമായും
നിവർത്തിച്ചു എന്ന് ആമേൻ വായിക്കുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. അവിടെ ദാവീദ് പറയുന്നതും താൻ ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേർ ഓരോ ദിവസവും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുണ്ട്? ദൈവ ഇഷ്ടത്തിനായിട്ട് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുന്നുണ്ട്. പലപ്പോഴും ദൈവ ഇഷ്ടത്തിനായിട്ട് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കായികയാലാണ് നമ്മൾ പലപ്പോഴും വഴിതെറ്റിപ്പോകുവാൻ ഇടയാകുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ ആ സ്വഭാവം നമ്മളിലേക്ക് വരണം. താൻ എന്താ, ദൈവപുത്രൻ എന്താ ചെയ്ത്? ദൈവ ഇഷ്ടം പൂർണ്ണമായി നിവർത്തിച്ചു. ഹല്ലേലൂയ. ദൈവ ഇഷ്ടത്താലാണ് പൗലോസും ക്രിസ്തുവിന്റെ ഒരു ശുശ്രൂഷകനായത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഒരു ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നാം ഒരു ശുശ്രൂഷ ചെയ്താൽ അത് വിജയിക്കത്തുമില്ല. പലപ്പോഴും ശുശ്രൂഷകരായിരിക്കുന്നവർ ശുശ്രൂഷാ മേഖലകളിൽ തങ്ങൾക്ക് ബോധിച്ച പ്രകാരം ശുശ്രൂഷകൾ നടത്തുമ്പോൾ ഹല്ലേലൂയ അവർക്ക് ശോഭിക്കുവാൻ കഴിയാതെ വരുന്നത് തങ്ങളുടെ ഇഷ്ടപ്രകാരം പല ശുശ്രൂഷകൾ ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ചെയ്യുന്ന ഒരു ശുശ്രൂഷ ദൈവ ഇഷ്ടത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ്. മനുഷ്യന്റെ ഇഷ്ടത്താൽ ചിലത് ചെയ്തു കഴിഞ്ഞാൽ, അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നാം ചില വേലകൾ ചെയ്യുവാൻ തുനിഞ്ഞാൽ അവിടെ നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കുകയില്ല. വിജയകരമായ ഒരു ക്രിസ്തീയ വേല തികയ്ക്കുവാൻ നമുക്ക് സാധ്യമാകത്തില്ല. യഥാർത്ഥത്തിൽ തികഞ്ഞ ഒരു ശുശ്രൂഷകനോ ഒരു ശുശ്രൂഷകയോ ആയി മാറുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ഒരു തികഞ്ഞ ശുശ്രൂഷകനായി തീരുവാൻ കാരണം എന്റെ വിളി ഹല്ലേലൂയ, ഞാൻ അതേ ദൈവത്തിന് വേണ്ടി എന്റെ ജീവിതം വിട്ടുകൊടുത്തപ്പോൾ, സ്വർഗീയ പിതാവിന്റെ വിളി ഞാൻ കേട്ടപ്പോൾ ഞാൻ അതിനായി വേർതിരിച്ചത് ദൈവ ഇഷ്ടത്താലാണ്. അപ്പോൾ ദൈവ ഇഷ്ടത്താലാണ് പൗലോസ് ക്രിസ്തുവിന്റെ ഒരു ശുശ്രൂഷകനായി തീർന്നത്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, ക്രിസ്തുവിനാലും പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ശുശ്രൂഷകനായി മാറിയത്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഗലാത്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല. ഹല്ലേലൂയ. മനുഷ്യരിൽ നിന്നല്ല. ഒരു മനുഷ്യൻ തെരഞ്ഞെടുത്തതല്ല അപ്പോസ്തലനെ, മനുഷ്യരാൽ തെരഞ്ഞെടുക്കപ്പെട്ടവനുമല്ല. ആമേൻ. യേശു ക്രിസ്തുവിനാലും ഹല്ലേലൂയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും ഹല്ലേലൂയ താൻ ഒരു ശുശ്രൂഷകനായി നിയമിക്കപ്പെട്ടതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുശ്രൂഷാ വിന്തങ്ങൾ പലതും ആമേൻ തങ്ങളുടേതായ ഇഷ്ടത്തിന് ആമേൻ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആ ശുശ്രൂഷകൾ പലതും വിജയകരമായി പര്യവസാനിപ്പിക്കുവാൻ കഴിയാതെ ഇടയ്ക്കിട്ടിട്ട് പോകേണ്ടതായ അവസ്ഥയുണ്ടാകും. എന്നാൽ പൗലോസിന്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ, അനേക പ്രതികൂലങ്ങൾ, അനേക പ്രശ്നങ്ങൾ ഉണ്ടായി. അതിന്റെയൊക്കെ നടുവിൽ താൻ എന്ത് ചെയ്തു? പിടിച്ചു നിൽക്കുവാനൊരു ദൈവകൃപ തന്റെ ജീവിതത്തിൽ ലഭിക്കുവാൻ ഇടയായത് എന്തുകൊണ്ടെന്നറിയാമോ? മനുഷ്യരിൽ നിന്നുള്ള വിളി കേട്ടല്ല താൻ ഇറങ്ങിയത്, മനുഷ്യരാലും അല്ല താൻ തിരഞ്ഞെടുക്കപ്പെട്ടത്, മറിച്ച് ക്രിസ്തുവിനാൽ ആ ഒരു ശുശ്രൂഷകനായി തീരുകയാ അത്രേ താൻ ചെയ്തത്. മനുഷ്യനാലല്ല, ക്രിസ്തുവിനാലും പിതാവായ ദൈവത്തിന്റെ ഹല്ലേലൂയ ഇഷ്ടത്താലും അത്രേ ഹല്ലേലൂയ താൻ ഒരു അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടതെന്ന് താൻ വിളിച്ചു പറയുകയാണ്. മാത്രമല്ല തന്റെ ശുശ്രൂഷ ദൈവത്താൽ ഭരമേൽപ്പിക്കപ്പെട്ടതാണ് എന്ന ഉത്തമ ബോധ്യവും പൗലോസിനുണ്ടായിരുന്നു. അത് 1 തീമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. താനെ ഉറപ്പിച്ച് താൻ പറയുന്നത്, ഇന്ന് തന്റെ മേൽ ചൊരിഞ്ഞ ദൈവകൃപയ്ക്കായിട്ട് ഹല്ലേലൂയ താൻ തന്നെ സമർപ്പിക്കുമ്പോൾ താൻ പറയുകയാണ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് പരിഗണിച്ച് അവന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനെ സ്തുതിക്കുവാനും ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനും ഹല്ലേലൂയ തനിക്ക് ഭാഗ്യമുണ്ടായി. കാരണം
ദൈവമാണ് ഈ ശുശ്രൂഷ തന്നെ ഭരമേൽപ്പിച്ചതെന്ന് തനിക്കറിയാം. താൻ എവിടെ കിടന്നാണ് ഈ ലേഖനം എഴുതുന്നത്? കാരാഗൃഹത്തിൽ, റോമ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണ്. ഈ റോമ കാരാഗൃഹത്തിൽ ആമേൻ തന്റെ വാസം നടത്തുമ്പോൾ ദൈവമക്കളെ, നാം ആണെങ്കിൽ ഒരു ലേഖനം ഇങ്ങനെ ബലപ്പെടുത്തുവാൻ എഴുതുമോ? പലപ്പോഴും ഈ ലേഖനത്തിൻ്റെതായ പൂർണ്ണത അപ്പോസ്തോലൻ തികയ്ക്കുമ്പോൾ താൻ അനുഭവിച്ച കഷ്ടങ്ങൾ, തന്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികൾ, ആമേൻ ഇവിടെ കൊലോസിയ വിശ്വാസികളെ ഉറപ്പിക്കേണ്ടതിന് തന്റെ വിളിയും തെരഞ്ഞെടുപ്പും ദൈവത്താൽ മാത്രമായിരുന്നു. മനുഷ്യരുടെ നിയോഗപ്രകാരമല്ല ഞാൻ ഈ ലെവലിൽ വന്നത്. എന്നാൽ എന്റെ ജീവിതത്തിലെ കഷ്ടത്തിന്റെ നടുവിൽ, പ്രയാസത്തിന്റെ നടുവിൽ ഞാൻ തളർന്നു പോകാതെ നിൽക്കുന്നത് ദൈവത്താലുള്ള വിളി എന്റെ മേൽ ഉള്ളത് കൊണ്ടാണ്, ദൈവ നിയോഗം എന്റെ മേൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ തളർന്നു പോകാതെ നിൽക്കുന്നതെന്ന് അപ്പോസ്തലന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ആ ഉത്തമ ബോധ്യത്താലാണ് പൗലോസ് തന്റെ ശുശ്രൂഷ നിവർത്തിക്കുവാൻ തക്കവണ്ണം തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ദൈവ ഇഷ്ടത്താൽ, ഹല്ലേലൂയ, താൻ പറയുകയാണ്. ആ വാക്യം നമുക്ക് മടങ്ങി വരാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ താൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ദൈവ ഇഷ്ടത്താൽ, ഹല്ലേലൂയ, ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തോലനായ പൗലോസും സഹോദരനായ തീമോത്തിയോസും. ഹല്ലേലൂയ. അപ്പോൾ താൻ ആരാണ്? യേശു ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിന്റെ ഒരു അപ്പോസ്തോലനാണ് ആര്? പൗലോസ്. അപ്പം ദൈവസഭയിലെ ശുശ്രൂഷ വൃന്ദങ്ങളെ പൊതുവായിട്ട് 4 തരംതിരിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഈ അപ്പോസ്തലൻ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് പ്രവാചകന്മാർ, 2 സുവിശേഷകന്മാർ, 3 ഇടയന്മാർ, ഹല്ലേലൂയ, 4 അപ്പോസ്തോലന്മാർ. ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ അഥവാ ഉപദേഷ്ടാക്കന്മാർ. ഈ 4 നിലകളിലാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വേദഭാഗം വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഞാനത് നിങ്ങളെ വാക്യസമേതം വായിച്ചു കേൾപ്പിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വേദഭാഗം. അവൻ ചിലർക്ക് അപ്പോസ്തോലന്മാരായും, ചിലർക്ക് പ്രവാചകന്മാരായും, ചിലർക്ക് സുവിശേഷകന്മാരായും, ചിലർക്ക് ഇടയന്മാരായും, ഗുരുക്കന്മാരായും വരം നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ തിരഞ്ഞെടുപ്പാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തോലനായ പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാൻ ദൈവ ഇഷ്ടത്താൽ ക്രിസ്തു യേശുവിന്റെ ഒരു അപ്പോസ്തോലനാണ്. അപ്പോസ്തോലൻ. ഹല്ലേലൂയ. അപ്പോൾ ഇതിലെ ഏറ്റവും ശ്രേഷ്ഠമായുള്ള ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് അപ്പോസ്തോലിക ശുശ്രൂഷയാണ്. അപ്പോസ്തോലൻ എന്ന പദത്തിന് അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെയും അപ്പോസ്തോലൻ എന്ന സംബോധന ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. ഞാൻ നിങ്ങളെ വേഗം വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വേദഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിക്കുവീൻ. ഹല്ലേലൂയ. യേശു, ഹല്ലേലൂയ, ഹല്ലേലൂയ, മോശയേക്കാൾ മഹത്വമുള്ളവനെന്ന് അവിടെ വെളിപ്പെടുത്തുന്നു. മറ്റു പുരോഹിതന്മാരെക്കാൾ മഹത്വമുള്ളവനെന്ന് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ താൻ പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിക്കണം. കണ്ടോ, അവിടെ യേശുവിനെ, ഹല്ലേലൂയ, ഒരപ്പോസ്തോലനെന്ന് അപ്പോസ്തലനായ പൗലോസിനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അപ്പൊ ദൈവമക്കളെ, ഒരു അപ്പോസ്തോലിക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെയും അത് തുടർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. തന്നെ അയക്കപ്പെട്ടവരാണ്. എവിടെ അയക്കുന്നുവോ അവിടെ തങ്ങൾ പോയി കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുക. എവിടെ പോകണമോ അവിടെ പോകുവാൻ അവർ സന്നദ്ധരാകുകയാണ്. അപ്പൊ കർത്താവ് വരും വരെയും ഈ ഭൂമിയിൽ തങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ ആ സമയം വരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അപ്പോസ്തോലിക ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തീയ സഭയുടെ പ്രഥമ സമയത്ത്, ആരംഭ സമയത്ത് 12 അപ്പോസ്തോലന്മാരെ കൂടാതെ വേറെയും അപ്പോസ്തോലന്മാർ അന്ന് ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ.
അതുകൊണ്ട് പൗലോസ്, സിൽവാനോസ്, ബർന്നബാസ്, അപ്പല്ലോസ് എന്നിവർ അപ്പോസ്തോലന്മാർ ആയിരുന്നു എന്ന് 1 തെസ്സലോനിക്കർ 2 അധ്യായം അതിന്റെ 6 വാക്യവും, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14 അധ്യായം 14 വാക്യവും, 1 കൊരിന്ത്യർ 4:9 ഗലാത്യർ 1:1 നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 2 അധ്യായം അതിന്റെ 6 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ എന്ന നിലയിൽ ഞങ്ങൾക്ക് മേന്മ ഭവിക്കാമായിരുന്നെങ്കിലും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടോ മറ്റുള്ളവരോടോ മഹത്വം അന്വേഷിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്നുള്ള നിലയിൽ അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കാമായിരുന്നു. എന്നാൽ അവർ മനുഷ്യരുടെ മുൻപിലോ, ഹല്ലേലൂയ, മറ്റാരോടുവോ അവരുടെ മഹത്വം അന്വേഷിക്കാതെ ഈ അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുന്നതിൽ അവർ ഒട്ടും പുറകോട്ട് പോകാതെ ഈ ക്രിസ്തീയ വേല തികപ്പാൻ തക്കവണ്ണം ഇടയായി. ഗലാത്യ ലേഖനം അതിന്റെ 1 അധ്യായം 1 വാക്യം കൂടി നമുക്ക് വായിക്കാം. താൻ ഇവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അപ്പോസ്തോലനായി നിയമിക്കപ്പെട്ടവനാണ് ഞാൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ്. മനുഷ്യരാൽ, മനുഷ്യരുടെ ഇഷ്ടത്താൽ, മനുഷ്യരുടെ അഭിപ്രായം ചോദിച്ചിട്ട് അവരുടെ പ്രശംസയ്ക്ക് പാത്രനാകുവാൻ ആഗ്രഹിക്കാതെ താൻ തന്റെ ശുശ്രൂഷ അവിടെ നിവർത്തിക്കുകയാണ്. അപ്പോൾ അപ്പോസ്തോലന്മാർ, ഹല്ലേലൂയ, ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ശക്തമായി ഇവർ കരങ്ങളിൽ വഹിക്കപ്പെടേണ്ടിയവരാണ്. ഈ ദിവസക്കാലങ്ങളിൽ അപ്പോസ്തോലന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവമക്കളെ. ആകയാൽ നമുക്കും അങ്ങനെയുള്ള ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. മാത്രമല്ല, അന്നത്തെ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ അപ്പോസ്തോലന്മാർ എന്ന് കളവായി പറയുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടത് എഫേസോ സഭയുടെ ഒരു സൽഗുണമായിട്ട്, ഹല്ലേലൂയ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 2 അധ്യായം അതിന്റെ 2 വാക്യം നമുക്ക് വായിക്കാം. അതിന്റെ അകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും ദുഷ്ടന്മാരെ നിനക്ക് വഹിക്കുവാൻ കഴിയാതെ വണ്ണം അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും. അപ്പോസ്തോലന്മാർ എന്ന ഹല്ലേലൂയ വ്യാജേന ഇന്ന് ഒത്തിരി കള്ള അപ്പോസ്തോലന്മാരുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നപ്പോൾ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സഹിഷ്ണുതയും നമ്മുടെ സ്വഭാവം തന്നെ നമ്മളെ അപ്പോസ്തലന്മാര് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാക്കും. അപ്പം അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ ഇന്ന് ഒത്തിരി പേർ ഞാൻ അപ്പോസ്തലനാന്നും പറഞ്ഞ് സ്വയം സ്ഥാനപ്പേരേറ്റെടുത്ത്, ഹല്ലേലൂയ, കർത്തൃവേലയിൽ വ്യാപൃതരായിരിക്കുന്നവരുണ്ട്. അത് ശരിക്കും ദൈവത്താൽ നിയുക്തമായ വേലയല്ല എങ്കിൽ അവിടെ തീർച്ചയായിട്ടും ദൈവിക ശിക്ഷണം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അപ്പോസ്തലൻ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശരിക്കും താൻ, ഹല്ലേലൂയ, ദൈവത്താൽ വിളി കേൾക്കപ്പെട്ട് വന്നവനാണ്, ദൈവഹിതപ്രകാരം വന്നവനാണ്, മനുഷ്യരുടെ വിളിയാൽ അല്ല. ഹല്ലേലൂയ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവനാണ് അപ്പോസ്തലനായ പൗലോസ് എന്ന് താൻ തന്നെ സമ്മതിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് അപ്പോസ്തലൻ അല്ലാതിരിക്കെ അപ്പോസ്തലൻ എന്ന് അഭിമാനിക്കുന്ന പല കൂട്ടരുണ്ട്. അതുകൊണ്ട് എഫേസസ് സഭയുടെ സൽഗുണമായിട്ട് അത് വിളിച്ചു പറയുക, കള്ളന്മാരെന്ന് സമ്മതിപ്പിക്കത്ത നിലയിൽ ആമേൻ അവിടെ അവരെ വെളിപ്പെടുത്തി തരികയാണ്. നമുക്കറിയാമല്ലോ പലരും അപ്പോസ്തലന്മാരായിട്ടാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ അപ്പോസ്തലന്മാരെ തിരിച്ചറിയുന്നത് എങ്ങനെയാ? അതിന്റെ ലക്ഷണം 2 കൊരിന്ത്യർ 12 അധ്യായത്തിന്റെ 12 വാക്യം നമുക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തോലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും വീര്യപ്രവർത്തികളോടും കൂടെ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നുവല്ലോ. അപ്പോസ്തോലനാന്ന് വന്ന് പറയുന്നവരെ നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം. ഒരു അപ്പോസ്തലനെ എങ്ങനെ തിരിച്ചറിയുന്നത്? ഹല്ലേലൂയ, അപ്പോസ്തോലൻ പൂർണ്ണ സഹിഷ്ണുതയുള്ളവനായിരിക്കണം ഏത് കാര്യത്തിലും. ഹല്ലേലൂയ, കഷ്ട സഹിക്കുവാൻ, പ്രതികൂലങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ.
ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് ഇട്ടിട്ട് പോവുകയും ഹല്ലേലൂയ ഈ സുവിശേഷ വേല വേണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പോവുകയും ചെയ്യുന്നവരല്ല. അവർ അത്ഭുതങ്ങൾ ചെയ്യും. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്ത അവർ അടയാളങ്ങൾ ചെയ്യും. അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളും ഹല്ലേലൂയ അവരിലൂടെ തമ്പുരാൻ ചെയ്യിക്കും. അതാണ് അപ്പോസ്തോലിക ശുശ്രൂഷ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയല്ലാത്തവർ ഹല്ലേലൂയ ഇന്ന് ഒത്തിരി പേരുണ്ട്. ഞങ്ങൾ അപ്പോസ്തോലന്മാർ ആണ്, അപ്പോസ്തോലമാർ ആണ്. സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും വേദപുസ്തകത്തിൽ അപ്പോസ്തോലന്മാരെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് ഒത്തിരി അപ്പോസ്തോലന്മാരും ഉണ്ട്. ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. അതുകൊണ്ട് ഈ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തവരെ ഹല്ലേലൂയ നിങ്ങൾ ഗൗനിക്കേണ്ട ആവശ്യമില്ല. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തികൾ നിന്നു പോയിട്ടില്ല. ഇന്നും ആമേൻ സ്വർഗസ്ഥ പിതാവ് അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്, വിടുതലുകൾ നൽകുന്നുണ്ട്. ആത്മീയ ശുശ്രൂഷകൾ ഹല്ലേലൂയ നേതൃത്വം കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ചെയ്യുന്നവർക്ക് ദൈവം തമ്പുരാൻ തന്റെ വിളിക്കൊത്തവണ്ണം ഹല്ലേലൂയ തന്റെ ശുശ്രൂഷ നിവർത്തിക്കുവാൻ ശക്തിയേറിയ ആമേൻ തന്റെ കരം വെളിപ്പെടുത്തി തന്റെ ജനത്തെ ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ നിറവിൽ നിർത്തിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് ദൈവം വലിയവ ചെയ്യിപ്പിച്ചു. എന്നാൽ തന്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി. അതാണ് നാം വായിച്ചത്. ഹല്ലേലൂയ കഷ്ടങ്ങളുടെ നടുവിൽ 12-ാം വാക്യത്തിൽ വായിക്കുന്നു, പൂർണ്ണ സഹിഷ്ണുതയോടെ താൻ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. ഒരു പൂർണ്ണ സഹിഷ്ണുത തന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഈ പൂർണ്ണ സഹിഷ്ണുതയിൽ നിലകൊള്ളുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. മാത്രമല്ല ഇവിടെ പറയുക, പൗലോസ് സ്വയം ഒരു അപ്പോസ്തലനായതല്ല, മറിച്ച് തന്റെ യോഗ്യത കൊണ്ടുമായതല്ല, താൻ ഒരു തൊഴിലായി തെരഞ്ഞെടുത്തതുമല്ല, മറിച്ച് താൻ എന്ത് ചെയ്തു? ദൈവമാണ് തന്നെ ഇതാക്കിയത്. അതിൽ നമ്മള് ഗലാത്യ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചത്. സ്തോത്രം. മനുഷ്യരാൽ തെരഞ്ഞെടുക്കപ്പെട്ടതല്ല, മനുഷ്യരിൽ നിന്നുമല്ല, യേശു ക്രിസ്തു ഹല്ലേലൂയ എന്നെ വേർതിരിച്ചതാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനായ ക്രിസ്തു എന്നെ വേർതിരിച്ചതാണ്. ദൈവത്താൽ അത്രേ ഞാൻ ഹല്ലേലൂയ തിരഞ്ഞെടുക്കപ്പെട്ടത്. ആമേൻ സ്തോത്രം. അതുകൊണ്ട് തന്റെ ഹല്ലേലൂയ ജീവിതത്തിന്റെ മേഖലകളിൽ താൻ പറയും, കൃപയാലത്രേ ഈ അപ്പോസ്തോലിക ശുശ്രൂഷ എനിക്ക് ലഭിച്ചത്, കൃപയാലത്രേ ഞാൻ ഇത് പ്രാപിച്ചെടുത്തതെന്ന് അപ്പോസ്തലന് പറയുവാൻ തക്കവണ്ണം ഇടയുണ്ട്. ഇവിടെ റോമാലേഖനവും ഗലാത്യ ലേഖനവും ഒക്കെ നമ്മൾ പരിശോധിച്ചാല് അപ്പോസ്തോലത്വത്തിന്റെ ദൈവിക ഉൽപ്പത്തിയെ താൻ വിവരിച്ചു പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ വിഷയങ്ങളെപ്പറ്റി അനേക ചോദ്യങ്ങളും സംശയങ്ങളും ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലേക്ക് എഴുതുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ബദ്ധൻ, ദാസൻ എന്നു മാത്രമാണ് താൻ തന്നെ പരിചയപ്പെടുത്തിയത്. ഫിലിപ്പിയരും ഫിലേമോനും തെസ്സലോനിക്ക ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് താൻ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ല, തന്നെ തന്റെ എളിമയെ അവിടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അപ്പോസ്തലൻ തന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും എങ്ങനെയായിരിക്കണമെന്ന് തിരുവചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരാളുടെ പ്രതിനിധിയായി ഒരു കാര്യത്തിന് ഔദ്യോഗികമായി അയക്കപ്പെടുന്ന ആളാണ് അപ്പോസ്തോലൻ. ഈ അർത്ഥത്തിലാണ് സ്ഥാനാപതി എന്ന പദവും ഉപയോഗിച്ചിരിക്കുന്നത്. സ്ഥാനാപതി എന്ന് 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ അപ്പോസ്തലൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വായിക്കാം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് വേണ്ടി അപേക്ഷിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്ഥാനാപതികൾ എന്ന വാക്ക് താൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സുവിശേഷം അറിയിപ്പാൻ തന്നെ കർത്താവ് വിളിച്ചു വേർതിരിക്കപ്പെട്ടു. താൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ ആയ ഒരു പ്രതിനിധി ആണ് എന്നുള്ളത് കൊണ്ടാണ് സ്ഥാനാപതി എന്ന പദപ്രയോഗം താൻ ഇവിടെ തന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ ഈ ഭാഗം ഇവിടെ നിർത്തട്ടെ. നമുക്ക് അപ്പോ ഈ ഭാഗം വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അപ്പോസ്തോലനായി നിയമിക്കപ്പെട്ട പൗലോസും. ഹല്ലേലൂയ. അപ്പൊ ഈ പൗലോസ് തന്റെ പേരെടുത്ത് പറയുക. പൗലോസ് എന്ന വാക്ക് ഹല്ലേലൂയ അതിന്റെ അർത്ഥം എന്താണ്? ചെറിയവൻ. ഹല്ലേലൂയ. താൻ തന്റെ ആദ്യത്തെ പേര് ശൗലെന്നായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 58-ാം വാക്യവും 9-ാം അധ്യായം 1-ാം വാക്യവും നമുക്ക് കാണുവാനായിട്ട് കഴിയും.
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 9 പൗലോസ് എന്ന പേര് ആദ്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇപ്പൊ ജാതികളോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് നേരിട്ട് പൗലോസിനെ നിയമിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. അപ്പൊ തന്റെ പേര് ശൗൽ എന്നായിരുന്നു. അതിന് വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. എന്നാൽ പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം ചെറിയവനെന്ന, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, താൻ തന്നെ തന്റെ വലിമ വിട്ടിട്ട്. നമുക്ക് പൗലോസിനെ പറ്റി അറിയാം. തന്റെ ജീവിതത്തിൽ താൻ എത്ര വലിയവനായിരുന്നു. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചവൻ. ഹല്ലേലൂയ. താൻ കപ്പൽ പ്രമാണിയുടെ മകൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ. ഇങ്ങനെയൊക്കെയുള്ള തന്റേതായ സാക്ഷ്യങ്ങൾ വളരെയധികമായിട്ട് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് കഴിയും. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ അപ്പോസ്തലന്റെ വലിമകളെ താത്തുവെച്ചിട്ട് ഹല്ലേലൂയ താൻ തന്നെ തന്നെ ചെറിയവനായി എണ്ണുകയാണ്. താൻ ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ്. പൗലോസ് താൻ ചെറിയവനെന്ന് മറ്റുള്ളവർ മുൻപാകെ വെളിപ്പെടുത്തുമ്പോൾ അപ്പോസ്തലത്വം സ്വീകരിച്ചവൻ തന്നെ തന്നെ ചെറിയവനായി കാണുമ്പോൾ, ഞാൻ പലപ്പോഴും ഇന്നത്തെ സുവിശേഷകരെ കാണുന്നത് ഇങ്ങനെയാണ്. തന്നെത്താൻ വലിയവരാക്കുവാൻ, ഏത് വിധേനയും തങ്ങളെ വലിയവരായി എണ്ണുവാൻ തങ്ങൾ കഠിന പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തലൻ തന്റെ പേര് പോലും മാറ്റിയിട്ട് ഏറ്റവും ചെറിയവനെന്നുള്ള നിലയിൽ ഹല്ലേലൂയ തന്നെ തന്നെ സമർപ്പിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് ആ ഭാഗം ഇന്നിവിടെ നിർത്തുവാൻ തക്കവണ്ണം ഞാൻ ഇവിടെ ശരണപ്പെടുകയാണ്. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ദൈവത്താൽ നിയമിക്കപ്പെട്ട പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ. ബാക്കി നമുക്ക് അടുത്ത ദിവസം ദൈവം അനുവദിച്ചാൽ ചിന്തിക്കാം. ഇവിടെ താൻ സഹോദരനായ തീമോത്തിയോസിനെ കുറിച്ച് പറയുന്നുണ്ട്. തന്റെ സഹവിശ്വസ്തരായിരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം അനുവദിച്ചാൽ ബാക്കി ഈ ഭാഗങ്ങൾ വിവരിച്ച് പഠിച്ചാൽ ഒത്തിരി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പല വാക്യങ്ങള് വായിക്കാതെ പെട്ടെന്ന് പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിന്റെ മഹിമയ്ക്കായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ചിലവഴിക്കുവാൻ, നമ്മളെ ഏൽപ്പിച്ച ഓരോ ശുശ്രൂഷകളും ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചിലവഴിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ ഈ ഭൂപരപ്പിൽ കർത്താവിന്റെ വരവ് എപ്പോഴുമാകുന്നു അപ്പോൾ വരെയും വിശ്വസ്തയോടെ തികയ്ക്കുവാൻ, നമ്മെ ഏൽപ്പിക്കപ്പെട്ട സുവിശേഷ ദൗത്യത്തിൽ വിശ്വസ്തരായി നിന്നുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയാൽ ഞാൻ ഇന്നത്തെ ഈ പാഠഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ നിൽക്കുന്നു. ബാക്കി നമുക്ക് ദൈവം അനുവദിച്ചാൽ നാളെ ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.